ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥി ആര് എന്നതിൽ ശ്രീലേഖയുടെ പേരും ഒപ്പം തന്നെ വി രാജേഷിന്റെ പേരുമുണ്ട്. അരുൺ സോളമൻ, അരുൺ, ഇപ്പോൾ ശ്രീലേഖ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു അല്ലേ? സ്മൃതി പത്രിക സമർപ്പിച്ചിട്ടില്ല. പത്രിക സമർപ്പിക്കാനായിട്ട് സെക്രട്ടറി അടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്രിക സമർപ്പിച്ചതിന് ശേഷം അവരുടെ പ്രതികരണം നമുക്ക് തേടാനാകും. നേരത്തെ തന്നെ BJP ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വനിതാ മേയറിനെ പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് പല ആവർത്തി നമ്മൾ ചോദിച്ചപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീലേഖ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പാർട്ടി നിയോഗിച്ച ഒരു വലിയൊരു ചുമതലയുണ്ട്. അത് സംബന്ധിച്ച് ജയിക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ലക്ഷ്യമെന്നുള്ളതാണ്. ബാക്കിയെല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നുള്ളൊരു നിലപാടിലാണ് ശ്രീലേഖ ഉറച്ചു നിന്നതും. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്തുക, ഈ ഭരണത്തിൽ നിന്നും LDF ജനങ്ങൾക്ക് മടുത്തു എന്നുള്ളതാണ് ശ്രീലേഖ ഉന്നയിക്കുന്നത്. പ്രചരണ രംഗത്തൊക്കെയും തലസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധിയിലാകുന്ന ജനങ്ങൾ കുടിവെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മറ്റൊന്ന് തെരുവുനായ ശല്യമാണ്. ഇത് രണ്ടും പ്രചരണായുധമാക്കി ആണ് ശ്രീലേഖ തെരഞ്ഞെടുപ്പ് രംഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിലകൊണ്ടത്. അതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വികസന മാതൃക BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ മോദിയുടെ ഭരണകൂടത്തിൽ എങ്ങനെയാണ് വികസന മാതൃക നടപ്പിലാക്കിയത്, അത് തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലും നടപ്പിലാക്കുമെന്നുള്ളതാണ്. തലസ്ഥാനം ഒരു മാതൃകയായി, ഒരു മോഡലാക്കി മുന്നോട്ട് കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്നുള്ളതാണ് BJPയുടെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ പങ്കുവച്ചതും. അതുതന്നെയാണ് ശ്രീലേഖ തിരഞ്ഞെടുപ്പ് രംഗത്തും മുഴുനീളം പ്രചരണ രംഗത്തും ജനങ്ങൾക്കൊപ്പം പങ്കുവെക്കുന്നത്. എന്നാൽ ഒരു മുതിർന്ന അല്ലെങ്കിൽ വിരമിച്ച DGP എന്ന നിലയിലല്ല തന്നെ ജനങ്ങൾ കാണുന്നത്. പല വീടുകളിലും പോകുമ്പോഴും വലിയ രീതിയിൽ അവരൊരു സമൂഹ മാധ്യമത്തിൽ വിരമിച്ചതിന് ശേഷം ഒരു യൂട്യൂബിലൂടെ സംവദിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. അതിലൂടെ പല ആൾക്കാർക്കും സ്വീകാര്യമായ ഒരു വ്യക്തി കൂടിയാണ് ശ്രീലേഖ. അതുകൊണ്ട് തന്നെ വീടുകളിലെത്തുമ്പോൾ സെൽഫി എടുക്കുകയും ജനങ്ങൾ വലിയ സ്വീകരണമാണ് ശാസ്തമംഗലത്തെ സംബന്ധിച്ച് നൽകുന്നതെന്നുള്ളതാണ്. സ്മൃതി, ഈ ഘട്ടത്തിൽ അവരുടെ പ്രതികരണം നമുക്ക് തേടാം. ഞാൻ ഇപ്പോൾ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രചരണ രംഗത്ത് എങ്ങനെയുണ്ട് ജനങ്ങൾ? നന്നായിരുന്നു. അവസാന ഘട്ടമാണ് ഇന്നിപ്പോ. തോന്നുന്നു സ്മൃതി അവർ പത്രിക സമർപ്പിക്കാൻ പോകുന്നു ശ്രീലേഖ എന്നുള്ളതാണ്. അതിനുശേഷം പ്രതികരിക്കുമെന്ന് കരുതാം. അരുൺ സോളമനിലേക്ക് പിന്നീട് എത്താം.